ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്താ പറയുക, നമ്മൾ ഏകദേശം ഒരു 1 മന്തിൽ കൂടുതലാവുന്നത് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ, നമ്മുടെ വിഷുവിന് ഒരുങ്ങിയ ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ടോണറാണ്. ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ടോണർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ പോൺസിൻ്റെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്കത് നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാക്മിയുടെ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു പ്രോഡക്റ്റും കൂടെയാണ് കേട്ടോ ലാക്മിയുടെ ഫൗണ്ടേഷൻ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ വെച്ച് തന്നെയാണ് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ കൂടുതൽ നമുക്ക് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നന്നായിട്ട് നമ്മുടെ ഫിനിഷ് ഉള്ളത് കൈ വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് ഞാൻ ചെയ്യുന്നത് ലാക്മിയുടെ തന്നെ പ്രോഡക്റ്റ് തന്നെയാണ്. കോമ്പാക്ട് പൗഡർ ഇട്ട് ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ടൊരു ലുക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. ഒരുപാട് പേർക്കൊന്നും ബ്രാൻഡഡ് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറഞ്ഞ ചിലവിലുള്ള രീതിയിലുള്ള മേക്കപ്പ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യുന്നത് ബ്ലഷ് ആഡ് ചെയ്ത് കൊടുത്താണ്. അതൊരു പിങ്ക് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബ്ലഷും ആഡ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോയ്ക്ക് ഞാൻ പകരം ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഡിയേഴ്സ് ഞാൻ ആഡ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഐ ഷാഡോ പാലറ്റിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയതും. അതുപോലെ തന്നെ അത് എന്താ പറയുക, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതും. എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും വാങ്ങാനുള്ള എന്താ പറയുക സാമ്പത്തിക ശേഷി കാണത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐബ്രോ ലൈനർ വെച്ച് ലൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്താ പറയുക, നമുക്ക് പിരിയം കുറഞ്ഞവർക്കൊക്കെ അത് നല്ലതാണ്, ഇങ്ങനെ ഐബ്രോ ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ. പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തത് ഡാസിലറിൻ്റെ തന്നെയാണ്. ഐലൈനർ വെച്ചിട്ട് ഐലൈനർ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാജലും തീർന്നിരിക്കുന്ന കാജലാണ് കേട്ടോ, അതിനി പറയേണ്ട കാര്യമില്ലല്ലോ. അത് വെച്ച് തന്നെയാണ് ഞാൻ താഴെയും എഴുതി കൊടുത്തത്. പിന്നെ ലിപ്സ്റ്റിക്ക് ബ്രാൻഡഡ് ഒന്നും അല്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ച 60 രൂപ എങ്ങാണ്ടുള്ളൂ. പക്ഷേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഷെയ്ഡാണ് കേട്ടോ, എനിക്കൊരുപാട് ഇഷ്ടമായി. നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ എന്താ പറയുക, ഒരു പൊട്ടും കൂടെ ഞാൻ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ലുക്കായില്ലേ, എങ്ങനെയുണ്ട്? എനിക്കത് സത്യം പറഞ്ഞ് ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, ഇങ്ങനെ എല്ലാം മേക്കപ്പൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട്, ആ പ്രോഡക്റ്റൊക്കെ വാങ്ങാൻ. ഞാനും ഇങ്ങനെ തന്നെയാണ് ഡിയേഴ്സ്. നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കണതിന് ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ എന്താ പറയുക ഇതിനൊരു മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും എനിക്ക് സെറ്റായിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് തന്നെ നശിച്ചു പോയ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കൊളാബറേഷൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും അല്ല, എല്ലാം എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി അത് ആരും വന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. ഡ്രസ്സ് സഹിതം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് എനിക്ക് തയ്ച്ചു തന്നത്. പറയാതിരിക്കവേ നന്നായിട്ട് തയ്ച്ചു തന്നു. അതിപ്പോഴൊന്നും അല്ല മേടിച്ചത്, അത് കുറച്ച് നാളുമായി. ഇപ്പോൾ നമ്മൾ വിഷു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. അപ്പം എങ്ങനെയുണ്ട് കാണാനൊക്കെ? ഞാൻ സുന്ദരിയായോ? എന്താ പറയുക. പിന്നെ ഈ മുല്ലപ്പൂവിൻ്റെ കഥ, നമ്മൾ ഒരു മുല്ലപ്പൂവൊക്കെ വാങ്ങണമെങ്കിൽ 100 രൂപയിൽ കൂടുതലാകും വിഷുവിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വീട്ടിൽ തന്നെ അതും വാങ്ങാൻ കാശ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ട് കാണണം. ഈ കുപ്പികളൊക്കെ ഇട്ട് ഞാനിങ്ങനെ എന്താ പറയുക, ഈ ഇടയ്ക്ക് വീഡിയോയ്ക്ക് വന്നതാണ് പട്ടിഷോ കാണിക്കുന്നതെന്ന്. എൻ്റെ പട്ടിഷോ ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അല്ലാതെ ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ഇഷ്ടമായോ എല്ലാവർക്കും? ഞാൻ ഈ ലുക്ക് എങ്ങനെയുണ്ട്, ഈ ഒരു പട്ടുപാവാട. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും
ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തതാണ്. സെറ്റ് മുണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണണം. രണ്ട് രീതിയിൽ ഞാനത് സ്റ്റൈൽ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഞാൻ ചുന്ദരിയല്ലേ ഗൈസ്? കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് പട്ടി ഷോ കാണിക്കുന്നത്. പട്ടി ഷോ തന്നെ കാണിക്കും, പിന്നെ പട്ടി ഷോ കാണിക്കാതെ ഇവിടെ പോവാനാ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വിഷുവിന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.